ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോ സീരീസിലൂടെ ഗുരുവായൂരപ്പൻ്റെ ലീലകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാൻ ഈ ലോകത്തിൽ അവതരിച്ചത് മുതൽ ഭഗവാൻ ചെയ്ത ഓരോരോ ലീലകൾ. ഇത് കൂടുതൽ നമുക്ക് ശ്രീമദ് ഭാഗവത്തിലൂടെയാണ് നമുക്കറിയാവുന്നത്. പക്ഷെ എന്നാലും ഗർഗഭാഗവത്തിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഗർഗഭാഗവത്തിലും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് രണ്ടും കൂടെ, അതായത് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന ലീലകളെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ ഇൻഫർമേഷൻ ഗർഗഭാഗവത്തിൽ കിട്ടുന്നുണ്ട്. അതേ സമയത്ത് ഭാഗവത്തിലുള്ള കാര്യങ്ങൾ അതിലില്ല. ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഭഗവാന്റെ ലീലകൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവത്തിൽ. അതേ ലീലകളെ ചുരുക്കിയാണ് ഗർഗഭാഗവത്തിൽ പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ആ ലീലയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ ഗർഗഭാഗവത്തിലുണ്ട്. ഇങ്ങനെ ഉദാഹരണത്തിന് ഭഗവാൻ ഓരോരോ അസുരന്മാരെയും കൊല്ലുന്നു, എന്നിട്ട് അവരവരുടെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നൊക്കെ കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ പറ്റും. അതിലൂടെ നമുക്ക് ഭാഗവത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഗർഗഭാഗവതം ചർച്ച ചെയ്യുന്നത്. അതാണ് എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഈ വീഡിയോ ശൃംഖല. അന്നേരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബകാസുരവധം വരെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് നോക്കാം ഇനി നമ്മുടെ ഗുരുവായൂരപ്പൻ എന്താണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മൾ യമുനാ നദിയെക്കുറിച്ച് പഠിച്ചു. യമുനാ നദി എങ്ങനെയാണ് ഗോലോക വൃന്ദാവനത്തിൽ നിന്നും ഭൂമിയിലുള്ള ഭൗമ വൃന്ദാവനത്തിലേക്ക് വന്നതും പിന്നെ ഗോവർദ്ധന പർവ്വതം എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരഹി. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിം ഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തി. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗരഗതാതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗതാദാമോദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീഭാഷവാനുബി ദേവി ദേദായ കൃപാബ്ധിയെ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനേ ഭഗവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗൗരതുലസീലം പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജഗതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാം ഭുജോ രാധാ മദനമോഹനം
ദിവ്യവൃന്ദാരണ്യകൽപദ്രുമത ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥം ശ്രീമദ്രാജാ ശ്രീരഘോവിന്ദദേവോ വേഷ്ടാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീവം ശ്രീപദത്തടസ്ഥിതാകർഷൻ വേണുസ്മനൈർഗോപിർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे. मुगं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. हरे कृष्ण. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗാസുരൻ്റെ മോക്ഷത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നാരദ മഹർഷി പറയുകയാണ് ബഹുലാശ്വ രാജാവിനോട്, ഒരിക്കൽ യമുനാ തീരത്ത് ഭഗവാനും കൂട്ടുകാരും പശുക്കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ അഗാസുരൻ അവിടെ എത്തി. അവൻ്റെ ശരീരം ഏകദേശം ഇവിടെ പറയുന്നു 3 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. അവൻ്റെ വായ ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അവൻ ദൂരെ നിന്ന് നോക്കുമ്പം അവൻ്റെ ശരീരം വലിയൊരു പർവ്വതം പോലെയായിരുന്നു. അന്നേരം ഇപ്പോൾ ഒരു മലമ്പാമ്പിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം പശുക്കുട്ടികളുമായിട്ട് ഭഗവാന്റെ കൂട്ടുകാർ അവൻ്റെ വായ്ക്കകത്തോട്ട് കയറി, ഒരു ഗുഹയാണെന്ന് കരുതി. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കൂട്ടുകാരുടെ ഒപ്പം തന്നെ ഭഗവാനും അകത്ത് കയറി. അന്നേരം കൂട്ടുകാരെയും പശുക്കുട്ടികളെയും എല്ലാം അകത്തോട്ട് മെഴുകാൻ തുടങ്ങിയവൻ. ഇത് കണ്ടിട്ട് ദേവന്മാരെല്ലാവരും കരഞ്ഞു. അപ്പോഴേക്കും അസുരന്മാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഭഗവാൻ മരിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ഉടൻ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ രൂപം അങ്ങോട്ട് വലുതാക്കി. എന്നിട്ട് അഗാസുരൻ്റെ വായൻ്റെ ഉള്ളിൽ നിന്ന് വയറിൻ്റെ ഉള്ളിലായിരുന്നു ഭഗവാൻ അങ്ങോട്ട് ശരീരം അങ്ങോട്ട് വലുതാക്കി. ഭഗവാന്റെ ആധ്യാത്മിക ശരീരം. ഭഗവാന്റെ സ്വരൂപം വലുതാക്കിയ ഉടൻ തന്നെ അഗാസുരന് അനങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് അവൻ്റെ ശരീരത്തെ കീറി ഭഗവാൻ പുറത്തു വരികയാണ്. അപ്പോൾ അവൻ്റെ പ്രാണവായു അഗാസുരൻ്റെ തലയോട്ടിയിൽ നിന്നും പുറത്തു വരികയാണ്. എന്നിട്ട് അത് ഭഗവാൻ കൃഷ്ണനും കൂട്ടുകാരും പശുക്കുട്ടികളും എല്ലാവരും പുറത്തു വരികയാണ്. എന്നിട്ട് ഈ പശുക്കുട്ടികളും കൂട്ടുകാരും എല്ലാവരും അവരുടെ പ്രാണൻ പോയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ നോട്ടത്തിലൂടെ തന്നെ അവരെ എല്ലാം പുനർജീവിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ആ അഗാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തു വരികയാണ്. എന്നിട്ട് അത് ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉടൻ തന്നെ ദേവന്മാരെല്ലാം ഭഗവാന്റെ ശിരസിൽ പുഷ്പങ്ങൾ എറിഞ്ഞു. ഇത് കേട്ടുടൻ തന്നെ മിഥിലയിലെ രാജാവ് ബഹുലാശ്വ രാജാവ് പറഞ്ഞു, നാരദ മഹർഷി, ഈ അഗാസുരൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? അവൻ എങ്ങനെയാണ് ഇത്രയും ഉയർന്നൊരു പദവി ലഭിച്ചത്? ഭഗവാനെ ഇത്രയും വെറുക്കുകയായിരുന്നു അവൻ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഈ അഗാസുരൻ ശംഖാചൂഡൻ്റെ മകനായിരുന്നു. അവൻ്റെ പേര് അഘൻ എന്നായിരുന്നു. അവൻ വളരെ ചെറുപ്പമായിരുന്നു, ശക്തനായിരുന്നു, വളരെയധികം സുന്ദരനായിരുന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ കാമദേവനെ പോലെയായിരുന്നു. അന്നേരം ഇവൻ അഷ്ടവക്ര മുനിയെ കണ്ടപ്പോൾ മലേ പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഷ്ടവക്ര മുനിയെ കണ്ടു. ഉടൻ തന്നെ അഘൻ കളിയാക്കി ചിരിച്ചു. ആരാണ് ഈ
വളരെ വിരൂപിയായിട്ടുള്ള ഈ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ഉടൻ തന്നെ അഷ്ടവക്ര മുനി ശപിച്ചു, എടാ ദുഷ്ടഹൃദയനുള്ളവരെ, നീ ഒരു സർപ്പമായി മാറട്ടെ എന്ന് പറഞ്ഞു. നീ ഏറ്റവും ക്രൂരവും ഏറ്റവും വിരൂപിയായിട്ടുള്ള ഒരു സർപ്പമായിട്ട് ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു ശാപം കിട്ടിയതോടുകൂടി അഖൻ്റെ ആ ഒരു അഹങ്കാരം എല്ലാം തീർന്നു. അഷ്ടവക്ര മുനിയുടെ കാൽക്കൽ വീണു. അപ്പോഴേക്കും അഷ്ടവക്ര മുനി സംപ്രീതനായി. എന്നിട്ട് അവന് ശാപമോക്ഷം കൊടുക്കുകയാണ്. പറഞ്ഞു, കോടാനുകൂടി കാമദേവന്മാരെക്കാട്ടിയും സുന്ദരനായ ഭഗവാൻ കൃഷ്ണൻ നിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നിനക്ക് മോക്ഷം നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അഷ്ടാവക്ര മുനിയുടെ ശാപത്താൽ അകാസുരൻ വലിയൊരു സർപ്പമാകുകയാണ്. സർപ്പം എന്ന് പറയുമ്പോൾ മലമ്പാമ്പായിട്ടാണ്. എന്നിട്ട് ആ അഷ്ടാവക്ര മുനിയുടെ അനുഗ്രഹത്താൽ ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള മോക്ഷം ലഭിച്ചു എന്ന് നാരദ മഹർഷി പറഞ്ഞു. അന്നേരം ഇവിടെ ഇതെല്ലാം യശോദാമ്മ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും കൂട്ടുകാരെല്ലാം വന്നിട്ട് ഓരോന്ന് പറഞ്ഞ്, ഇന്ന് നമ്മുടെ കൃഷ്ണൻ ഇന്ന് വത്സാസുരനെ കൊന്നു, ഇന്ന് ബകാസുരനെ കൊന്നു, ഇപ്പോൾ അഘാസുരനെ. ഇതൊക്കെ കേട്ടപ്പോൾ യശോദാമ്മയ്ക്ക് ഒരുപാട് ഭയമായി. ഉടൻ തന്നെ യശോദാമ്മ എന്ത് ചെയ്തു, കലാവതി ദേവി, കീർത്തിത ദേവി എന്നും കൂടെ പറയും, രാധാറാണിയുടെ അമ്മയാണ്, പിന്നെ രോഹിണി ദേവി, എല്ലാ പ്രധാനപ്പെട്ട ഗോപിയന്മാരെയും എല്ലാവരെയും വിളിച്ചു. വൃഷഭാനു രാജാവിനെയും വിളിച്ചു. പ്രധാനപ്പെട്ട നന്ദന്മാരെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് യശോദാമ്മ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എവിടെയാണ് പോകേണ്ടത്? ഞാൻ എങ്ങനെയാണ് സന്തോഷത്തോടുകൂടി കഴിയുക? ഓരോ നിമിഷം കഴിയുന്തോറും വലിയ വലിയ ആപത്തുകൾ എൻ്റെ മോൻ്റെ മുകളിലോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യം, യശോദാമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണേ അല്ലേ? യശോദാമ്മയ്ക്ക് പാവം ഒരു സമാധാനം പോലും ഇല്ല. ഒരുവിധം എല്ലാം ഒതുങ്ങിയപ്പോഴത്തേക്ക് ഭഗവാൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. യശോദാമ്മ പറയുന്നു, നമ്മൾ ആദ്യം മഹാവനം എല്ലാം ഉപേക്ഷിച്ചു വൃന്ദാവനത്തിലേക്ക് എത്തി. ഇനി വൃന്ദാവനം വിട്ടിട്ട് നമ്മൾ എവിടെയാണ് പോകേണ്ടത്? ഈ ആപത്തുകളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലോകത്തുണ്ടോ? അതെന്നോട് പറയൂ. അവൻ കളിക്കുമ്പോഴെല്ലാം, എൻ്റെ കുട്ടി കളിക്കുമ്പോഴെല്ലാം അവൻ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോവും. എന്നിട്ട് അവനോടൊപ്പം തന്നെ അവൻ്റെ കൂട്ടുകാരും അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല, അവനോടൊപ്പം തന്നെ അങ്ങോട്ടെങ്കിലും ഒക്കെ പോവും. ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്. ഏറ്റവും വളരെയധികം ക്രൂരനായ ബകാസുരൻ എൻ്റെ കുഞ്ഞിനെ മിഴുങ്ങി. എങ്ങനെയൊക്കെയോ എൻ്റെ കുഞ്ഞ് അവൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം അകാസുരൻ മിഴുങ്ങി എൻ്റെ കുട്ടിയെയും മറ്റ് അവൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും. അവൻ നമ്മുടെ കുട്ടികളെല്ലാം കൊല്ലാൻ നോക്കി. പിന്നെ വത്സാസുരൻ സ്വയം അവൻ്റെ വിധിയാൽ അവൻ തന്നെ മരിച്ചു. ഇനി എന്തായാലും എൻ്റെ കുട്ടികളെ ഞാൻ പുറത്തു വിടാം, എൻ്റെ മോനെ ഞാൻ എന്തായാലും പുറത്തു വിടുന്നില്ല, പശുക്കുട്ടികളെ മേയ്ക്കാനൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദാമ്മ അങ്ങ് കരയുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നന്ദമഹാരാജ് യശോദാമ്മയെ ആശ്വസിപ്പിച്ചിട്ട് ഗർഗമുനി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നന്ദമഹാരാജ് പറഞ്ഞു, യശോദ, ഗർഗമുനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? ബ്രാഹ്മണർ പറയുന്ന വാക്കുകൾ ഒരിക്കലും അസത്യമാകത്തില്ല. അതുകൊണ്ട് നീ ദാനധർമ്മങ്ങൾ ചെയ്യൂ, അതിലൂടെ എല്ലാ ആപത്തുകളും മാറും. എല്ലാ ആപത്തുകളെയും മാറ്റാൻ ഏറ്റവും നല്ല ഉപായം ദാനം ചെയ്യുന്നതാണ് എന്ന് നാരദ മഹർഷി നന്ദമഹാരാജ് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും വേണ്ടി യശോദാമ്മ ബ്രാഹ്മണർക്കെല്ലാം സമ്പത്ത്, ധാന്യങ്ങളെല്ലാം ദാനമായിട്ട് കൊടുക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആരാണ് യശോദാമ്മ? സാക്ഷാൽ ഭഗവാന്റെ അമ്മ. എന്നിട്ടും ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്. അന്നേരം ഗൃഹസ്ഥ ജീവിതത്തിൽ നമ്മളെപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യണം. നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളും ആപത്തുകളും ഉണ്ടെങ്കിലും ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾക്ക്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബ്രാഹ്മണർ, ഭഗവാന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അങ്ങനെയുള്ള ബ്രാഹ്മണർ.
അല്ല ദക്ഷിണ കാംക്ഷിച്ച് ജീവിക്കുന്നവരല്ല. അന്നേരം ഉടനെ നിങ്ങൾ വിചാരിക്കും, ഓ സ്വാമിജിയെ പോലുള്ള ബ്രാഹ്മണരെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതല്ല. പക്ഷേ എന്നെ പോലുള്ള ബ്രാഹ്മണർക്ക്, കാരണം നിങ്ങൾക്കറിയാം എനിക്ക് എൻ്റേതായിട്ടുള്ള കുടുംബമൊന്നുമില്ല. നിങ്ങളെല്ലാവരുമാണ് എൻ്റെ കുടുംബം. കാരണം ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ചിലവാക്കുന്നത് നിങ്ങൾക്കറിയാം. അന്നേരം ആ ശരിയായിട്ടുള്ള ഗോസേവ അല്ലെങ്കിൽ പ്രചരണ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ ഒരു ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ എല്ലാ ആപത്തുകളും മാറും. അന്നേരം ഇവിടെ ആപത്തുകൾ വരുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആപത്ത് വരുന്നത്? ഭഗവാന്റെ പ്ലാനാണല്ലോ. ഭഗവാൻ വന്നതേ ഭൂഭാരം തീർക്കാൻ വേണ്ടിയാണ്. പക്ഷേ യശോദ അമ്മയ്ക്കും നന്ദമഹാരാജിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്ന് പറഞ്ഞ സ്വന്തം മകനാണല്ലോ. അതുകൊണ്ടാണ്. അന്നേരം യശോദാമ്മ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇവിടെ പറയുന്നു, നന്ദമഹാരാജ് 10,000 കാളകളെ ദാനമായിട്ട് നൽകി. എന്നിട്ട് 1,00,000 അതീവ സുന്ദരി പശുക്കളെയും ദാനമായിട്ട് നൽകി. എന്നിട്ട് ചാക്ക് കണക്കിന് ധാന്യങ്ങളും ദാനമായിട്ട് നൽകിയെന്ന് പറയുന്നു. ഇത് നമുക്ക് അടുത്ത ലീലയിലേക്ക് കിടക്കാം. അതായത് ഇതാണ് ഗർഗഭാഗവത്തിൻ്റെ ഒരു രീതി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അഗാസുര വധമൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അന്നേരം ഇതിൽ ആ ലീലയുടെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് കുറവാണ്, പക്ഷേ അതിൻ്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും കമൻസിലിടുക, എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ സീരീസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് കമൻസിലിടുക. നമുക്ക് ചർച്ച തുടരാം. ഇനി നാരദ മഹർഷി പറയുകയാണ്. നാരദ മഹർഷി പറയുന്നു ആരോട്? ബഹുലാശ്വരാജോട്. ഇനി ഞാൻ നാരദ മഹർഷി പറയുകയാണ്, ഭഗവാൻ കുഞ്ഞായിരുന്നു, ഇനി ഭഗവാൻ കുറച്ചും കൂടെ വലുതായി. അതിപ്പോൾ ഭഗവാൻ ചെയ്ത ലീലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അഗാസുരൻ്റെ വായിൽ നിന്നും ഗോപന്മാരെയും കൂട്ടുകാരെയും പശുക്കുട്ടികളെയും എല്ലാം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ, നമ്മുടെ മദൻ ഗോപാൽജി, യമുനാ തീരത്ത് പോയി. എന്നിട്ട് കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കൂട്ടുകാരെ, നമുക്ക് നേരെ യമുനാ തീരത്തുള്ള നല്ല മൃദുലമായിട്ടുള്ള മണ്ണുള്ള അവിടെ നമുക്ക് പോയാലോ? അവിടെയാണെങ്കിൽ ധാരാളം താമരപ്പൂവിൻ്റെ ഇതളുകൾ കാറ്റത്തിങ്ങനെ പറന്ന് അതിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും ആ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരുപാട് സുന്ദര മരങ്ങളുമുണ്ട്, ഒരുപാട് പഴവർഗ്ഗങ്ങളുമുണ്ട്, ഒരുപാട് മനോഹരമായിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായി. അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കാമെന്നത്. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞു. അന്നേരം പശുക്കുട്ടികൾക്കാണെങ്കിൽ വെള്ളവും കുടിക്കാൻ പറ്റും. എന്നിട്ട് അടുത്ത് തന്നെയുള്ള പുല്ലുകളൊക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമുക്കും ഭക്ഷണം കഴിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യമായിരിക്കും. നമ്മുടെ ഗോശാലയുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കൊച്ചു പശുക്കുട്ടികളെ കാണാൻ എന്ത് രസമാണല്ലേ. അതായത് അതേപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പശുക്കുട്ടികളും, എന്നിട്ട് കൊച്ചു കൂട്ടുകാരും, എന്നിട്ട് നമ്മുടെ കൊച്ചു ഭഗവാനും. എന്തുമായിരിക്കും ആ രസമല്ലേ? ഭയങ്കര രസമായിരിക്കും അല്ലേ? കൂടാനും കൂടി പശുക്കുട്ടികൾ. അന്നേരം പശുക്കുട്ടികളുടെ അവരുടെ ഓട്ടമൊക്കെ കാണാൻ നല്ല രസം. അന്നേരം ഇങ്ങനെ കൂടാനും കൂടി പശുക്കുട്ടികൾ, അതേപോലെ ഓടിച്ചാടി നടക്കുന്ന കൂട്ടുകാർ, എന്നിട്ട് ഇവരുടെ എല്ലാം ലീഡറായിട്ട് നമ്മുടെ കൊച്ചു ഗുരുവായൂരപ്പനും. എന്താ അല്ലേ? ഭയങ്കര രസമായിരിക്കും. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ എന്തായിരിക്കും ഒരു ദൃശ്യം. അന്നേരം അവരെല്ലാവരും വെള്ളം കുടിക്കുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടുന്ന പോലെ റൗണ്ടായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ ഇരുന്നു. യമുനാ തീരത്ത് നല്ല മൃദുലമായിട്ടുള്ള മൺതരികളുള്ള, ഇന്നും നമ്മൾ യമുനാ തീരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വളരെ സോഫ്റ്റായിട്ടുള്ള മണ്ണാണ്. നമുക്കവിടെ സുഖമായിട്ട് ഈ മെത്തയിൽ കിടക്കുന്ന പോലെ കിടക്കാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമാണ്. അവിടെ എല്ലാവരും കൂടെ
ഇരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ എന്ന് തീരുമാനിച്ചു. അന്നേരം ചില കൂട്ടുകാർ ഉച്ചഭക്ഷണം കൊണ്ടുവന്നില്ലായിരുന്നു. അവർ ഭഗവാന്റെ ചെവിയിലേക്ക് പറയുകയാണ്, നമ്മളിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലെന്ന്. നമ്മളാണെങ്കിൽ ഇപ്പോൾ പശുക്കുട്ടികളെയും കൊണ്ട് ഒരുപാട് ദൂരെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടേ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. അന്നേരം എന്തു പറ്റി, എല്ലാവരും ഉച്ചഭക്ഷണം കൊണ്ടുവന്നില്ല, കുറച്ച് പേര് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അന്നേരം അവർ വിചാരിച്ചു ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോയി കഴിക്കാമെന്ന് വെച്ചു. അന്നേരം പറഞ്ഞ്, നമ്മൾ ഭഗവാന്റെ ചെവിയിൽ വന്നിട്ട് നമ്മളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഉടനെ ഭഗവാൻ ഉറക്കെ പറയാം, അതൊന്നും കുഴപ്പമില്ല, ഞാൻ തരാം, ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാ. എന്തായിരിക്കും ഒരു രസമല്ലേ, ഭയങ്കര രസമായിരിക്കും. ഉടനെ ഭഗവാൻ പറഞ്ഞ ഉടൻ തന്നെ എല്ലാവരും ചുറ്റിനിങ്ങനെ റൗണ്ടായിട്ടിരുന്നു. എന്നിട്ട് ഇവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് ഇവിടെ പറയുന്നു. അവരുടെ കയ്യിലൊരു കയറും കാണും പശുക്കുട്ടികളെ കെട്ടാനായിട്ട്. അന്നേരം അവരുടെ ആ ഒരു കയറൊക്കെ താഴെ വെച്ചു. എന്നിട്ട് ഭഗവാന്റെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എല്ലാവരും പല പല അതിമനോഹരമായിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. കാണാൻ വളരെ മനോഹരമായിരുന്നു പറയുന്നു. ഭഗവാൻ എപ്പോഴും മഞ്ഞ തന്നെയാണ് ഇടുന്നതെന്ന് പറയുന്നു. മഞ്ഞ പീതാംബരം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. ഭഗവാൻ നടുക്കിരിക്കുകയാണ്. എന്നിട്ട് ബാക്കി കൂട്ടുകാരെല്ലാം റൗണ്ടായിട്ട് ഒരു വലിയ ചക്രവർത്തി നടുക്കിരുന്നിട്ട് ബാക്കി മന്ത്രിമാരെല്ലാം റൗണ്ടായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി മിഥിലയിലെ രാജാവായ ബഹുലാശ്വനോട് പറഞ്ഞു, ഇവിടെ പറയുന്നത് എങ്ങനെയാണോ ദേവേന്ദ്രൻ്റെ ചുറ്റും ദേവന്മാരിരിക്കുന്ന അതേപോലെ, അല്ലെങ്കിൽ ഒരു താമരയുടെ പല പല ഇതളുകൾ കാണുമല്ലോ, ഇതളുകൾ റൗണ്ടായിട്ട് ഇതളുകൾ കാണത്തില്ല, അതേപോലെ ഭഗവാനും കൂട്ടുകാരുമായിട്ട് ഇരിക്കുന്ന ദൃശ്യം വളരെ മനോഹരമായിരുന്നു പറഞ്ഞു. അന്നേരം അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പൂക്കൾ കൊണ്ടുള്ള പാത്രം തയ്യാറാക്കി, പുല്ല് കൊണ്ടുള്ള പാത്രം തയ്യാറാക്കി, മരത്തിൻ്റെ മരത്തിൻ്റെ കൊള്ളികൾ വെച്ച്, ഇലകൾ വെച്ച്, പഴവർഗ്ഗങ്ങൾ വെച്ച്, പാറ വെച്ച്, കയറ് വെച്ച്, അവരുടെ കൈകൾ വെച്ച്, അങ്ങനെ പല രീതിയിലാണ് അവർ പാത്രം കഴിക്കാനായിട്ട് എടുത്തത്. എന്നിട്ട് കൂട്ടുകാരെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ, കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗോപൻ എന്ത് ചെയ്തു, ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു, കയ്യിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഭഗവാന്റെ വായിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഭഗവാൻ അത് കഴിച്ചു. എന്നിട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ നോക്കിയാണ്. എന്നിട്ട് ഉടനെ അന്നേരം എന്താ മനോഹരമായിട്ടുള്ള ദൃശ്യമല്ലേ. അന്നേരം ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു, കൂട്ടുകാരൻ്റെ കഴിച്ചുകൊണ്ടിരുന്നു, പകുതിയായി. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഭഗവാന്റെ വായിലോട്ട് വെച്ചു. അന്നേരത്തേക്ക് നോക്കൂ എത്ര മനോഹരമായിരിക്കും, നോക്കൂ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ഇത്രയും നന്നായിട്ടൊരു ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഉടനെ ബാക്കിയുള്ള കൂട്ടുകാർ പറഞ്ഞു, ആണോ, എങ്കിൽ പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്ക്. അങ്ങനെ എന്തു പറഞ്ഞു, അങ്ങനെ ഓരോ കൂട്ടുകാരും ഭഗവാന്റെ വായിലോട്ട് വയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ കൂട്ടുകാരൻ തന്നെ ആ ഭക്ഷണം എല്ലാവരുടെ വായിലും വെച്ചു കൊടുത്തു എന്നുള്ളത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പാത്രത്തിൽ നിന്ന് എടുത്ത് അടുത്ത ആളുടെ വായിൽ വെച്ചു കൊടുക്കുന്നു, അവരുടെ പാത്രത്തിൽ നിന്ന് അടുത്ത ആളുടെ വായിൽ വെച്ച്, അങ്ങനെ എല്ലാവരും തമാശകളും പറഞ്ഞ് ചിരിച്ച് കളിച്ച് എല്ലാവരും കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സുബൽ എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു കൂട്ടുകാരനുണ്ട്. സുബൽ എന്ത് ചെയ്തു, ഒരു ഉരുള എടുത്ത് ഭഗവാന് കഴിക്കാനായിട്ട് കൊടുത്തു. ഭഗവാൻ അത് രുചിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ബാക്കിയുള്ള കൂട്ടുകാർ അത് കഴിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് കൂട്ടുകാർ പറഞ്ഞു, ഈ സുബലിൻ്റെ അമ്മൂമ്മയ്ക്ക് പാചകം ചെയ്യാനേ അറിയത്തില്ല, ഒട്ടും കൊള്ളത്തില്ലെന്ന്. ഉടൻ തന്നെ ശ്രീധാമ ഒരു ഉരുളയെടുത്ത് ഭഗവാന്റെ വായിൽ വെച്ചു കൊടുത്തു, ബാക്കി കൂട്ടുകാർക്കും കൊടുത്തു. അന്നേരം ഉടനെ
ഇത് പറയുന്നത് വ്രജത്തിലുള്ള എല്ലാവരും പറഞ്ഞു ഇത് ഏറ്റവും മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഇതെന്തുകൊണ്ടാണ് രാധാറാണി കുക്ക് ചെയ്ത ഉടൻ തന്നെ വരുതപ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് ഭഗവാന്റെ, വരുതപ. അന്നേരം വരുതപ എന്ത് ചെയ്തു, വരുതപയും ഒരു ഉരുള എടുത്ത് ഭഗവാന്റെ വായിലോട്ട് വെച്ചു കൊടുത്തു, ബാക്കിയുള്ള കൂട്ടുകാർക്കും കൊടുത്തു. അത് കഴിച്ച ഉടനെ ഭഗവാനും കൂട്ടുകാരും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഇത് സുബലിൻ്റെ ഭക്ഷണം പോലെ തന്നെ, ഒരു വായിക്കും കൊള്ളത്തില്ല. ഇത് കഴിച്ചതോടുകൂടി നമ്മുടെ എല്ലാ മൂടും പോയത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കുറവാണ്, മനസ്സിലായി. അന്നേരം ഇതും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ വളരെ രസകരമായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കഴിക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ അരയിൽ ഇങ്ങനെ ഓടക്കുള്ളും കെട്ടി വെച്ചിട്ടുണ്ട്, പശുക്കളെ മേയ്ക്കുന്ന വടിയുണ്ട്, പിന്നെ ഒരു ഈ ഇത് പറയുന്ന ഈ പോത്തിൻ്റെ കൊമ്പ് വെച്ചിട്ടുള്ള ഒരു ഊത്തുണ്ട്, അത് ആ ഊത്തും ഇരിപ്പുണ്ട്. അത് നമ്മൾ പ്രഭുപാദ്ജിയുടെ ചില ബുക്സിലുള്ള പെയിൻറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അരയിലൊരു ഊത്തും കൂടെ ഉണ്ട്. എന്നിട്ട് ഭഗവാന്റെ ഇടത് കയ്യിലാണ് ഒരു ഉരുള ഭക്ഷണം ഇരിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് കയ്യിൽ ഒരു കുറച്ച് പഴവർഗ്ഗങ്ങളും, എന്നിട്ട് ഭഗവാന്റെ ശിരസിൽ ഒരു തലപ്പാ കെട്ടിയിട്ടുണ്ട്, ഒരു പകടി. ഭഗവാന്റെ ദേഹത്തൊരു മഞ്ഞ വസ്ത്രമുണ്ട്. ഭഗവാന്റെ വക്ഷസ്ഥലത്ത് പൂക്കൾ കൊണ്ടുള്ള ഒരു മാല, വനമാല. എന്നിട്ട് അരയിലൊരു ബെൽറ്റ് പോലെ ഒരു തുണി കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഭഗവാന്റെ കാലിൽ പാദസരമുണ്ട്. എന്നിട്ട് ഭഗവാന്റെ വക്ഷസ്ഥലത്ത് കൗസ്തുഭ മണിയുണ്ട്, ശ്രീവത്സ ചിഹ്നമുണ്ട്. എന്നിട്ട് ഭഗവാൻ അതിസുന്ദരമായിട്ട് എല്ലാവരുമായിട്ടും ചിരിച്ചും കളിച്ചും ഇരിക്കുകയാണ്, ഓരോരോ തമാശകൾ പറയുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് സ്വർഗലോകത്തിലുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അന്നേരം അവർ വിചാരിക്കുകയാണ്, ഈ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ സാക്ഷാൽ വിഷ്ണുവാണ്, നമ്മൾ യജ്ഞമൊക്കെ ചെയ്യുന്ന ഇദ്ദേഹത്തിന് വേണ്ടിയാണ്, എല്ലാ യജ്ഞങ്ങളുടെയും അതിൻ്റെ ഭോക്താവാണ് ഭഗവാൻ. ഇപ്പോൾ മറ്റുള്ള സാധാരണ ഗോപന്മാരുടെ പ്ലേറ്റിൽ നിന്നെടുത്ത് കഴിക്കുന്നോ, അവരുടെ ഉച്ഛിഷ്ടം കഴിക്കുന്നോ, ഇതെന്ത് ഭഗവാനാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരും ഭഗവാനൊക്കെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ തമാശയും പറഞ്ഞ് കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ പശുക്കുട്ടികൾ എന്ത് ചെയ്തു, പുല്ല് തിന്ന് അവർക്ക് ഇനിയും പുല്ല് വേണമെന്ന് പറഞ്ഞ് അവർ ഉൾവനത്തിലോട്ട് അങ്ങ് കയറിപ്പോയി. ഇത് കണ്ട ഉടനെ ബാക്കിയുള്ള കൂട്ടുകാർക്കെല്ലാം ഭയമായി. അവരെല്ലാം ഭഗവാനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പോയി പശുക്കുട്ടികളെല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ എഴുന്നേറ്റു. എന്നിട്ട് കയ്യിലുള്ള ആ ഉരുള എടുത്ത് കഴിച്ചു. എന്നിട്ട് പശുക്കുട്ടികളെ അന്വേഷിച്ച് ഉൾവനത്തിലേക്ക് പോവുകയാണ്. അതേസമയത്ത് ബ്രഹ്മദേവൻ അഘാസുരൻ്റെ ആ മോക്ഷം കണ്ടിരുന്നു. എന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഭഗവാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ. ഭഗവാൻ കൊച്ചുകുട്ടികളുമായിട്ട് ഇങ്ങനെ യമുനാ തീരത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ബ്രഹ്മദേവൻ കണ്ടു. ഭഗവാൻ കൃഷ്ണനെ കണ്ടപ്പോൾ ബ്രഹ്മദേവൻ വിചാരിച്ചു, ഇത് വെറും ഒരു ഗോപനല്ലേ, ഇത് എൻ്റെ ഭഗവാനായ ഹരി ആയിരിക്കത്തില്ലല്ലോ. കാരണം ഇത്രയും ഗോപന്മാർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം എൻ്റെ ഭഗവാൻ ഹരി കഴിക്കുമോ? ഹോമങ്ങളും ഹോമാദികളിലൂടെയുള്ള ആ ഹവിസ് മാത്രം സ്വീകരിക്കുന്ന ആ പരമോന്നത ഭഗവാൻ വെറും തുച്ഛരായിട്ടുള്ള ഈ ഗോപന്മാരുടെ ഉച്ഛിഷ്ടം കഴിക്കുമോ? ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ ആകെ ഭഗവാന്റെ മായാശക്തിയിൽ ഭ്രമിതനായി. അതുകൊണ്ട് നാരദ മഹർഷി പറയുന്നു, അദ്ദേഹം ഹൃദയത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്?
കാരണം ഒരു വെറും ഭഗവാൻ വരുമെന്നറിയാം. പക്ഷേ ഇവിടെ ബ്രഹ്മദേവന് ഈ അഗാസുരൻ്റെ മോക്ഷമാണ് ഏറ്റവും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചത്. കാരണം ഇത്രയും കൊച്ചു കുട്ടിയായിട്ട് ഇത്രയും പവർ എങ്ങനെയാണ് ഭഗവാന് പിന്നെ അത് കൂടാതെ ഈ കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ ഇരുന്ന് ഉച്ഛിഷ്ടം കഴിക്കുന്നു, അതെങ്ങനെ ശരിയാകുന്നത്? ഭഗവാനല്ലേ എന്നൊക്കെ ഒരു ചിന്തയായി. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ പശുക്കുട്ടികളെയും കൂട്ടുകാരെയും എല്ലാവരെയും അപഹരിച്ചു. നാരദ മഹർഷി പറയുന്നു, പശുക്കുട്ടികളെ ഒന്നും കാണാതെ ഭഗവാൻ എന്ത് ചെയ്തു? യമുനാ തീരത്ത് വന്നു. ഇപ്പം കൂട്ടുകാരെയും കാണുന്നില്ല. രണ്ടുപേരെ അന്വേഷിച്ച് ഉൾവനത്തിലൊക്കെ പോയി ഭഗവാൻ. അപ്പം ഭഗവാൻ വിചാരിച്ചു, ഇത് ബ്രഹ്മദേവൻ്റെ പണിയാണല്ലേ. അപ്പോൾ പശുക്കളെയും ഗോപികമാരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് എന്തിന്? കാരണം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഭഗവാൻ എൻ്റെ മകനായിരുന്നു. പശുക്കൾ വരെ ആഗ്രഹിച്ചിരുന്നു. പശുക്കൾക്ക് ഭഗവാനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കുട്ടികളെക്കാട്ടിയും പശുക്കൾക്ക് ഭഗവാനെ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഗോപികമാർക്ക് സ്വന്തം മക്കളെക്കാട്ടിയും ഭഗവാൻ കൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അന്നേരം പശുക്കളെയും ഗോപികമാരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നായകനായിട്ട് സൃഷ്ടിയെ എല്ലാം നടത്തുന്ന ഭഗവാൻ സ്വയം പശുക്കുട്ടികളും കൂട്ടുകാരുമായി. അന്നേരം ഇവിടെ പറയുന്നു, ഭഗവാൻ പശുക്കുട്ടികളുടെ രൂപം കൂട്ടുകാരുടെ രൂപം മാത്രമല്ല, അവരുടെ വസ്ത്രമായി, അവരുടെ എല്ലാ അവയവങ്ങളും, അവരുടെ കയ്യിലിരിക്കുന്ന വടി, ഊത്ത് എല്ലാം അതായി എന്നുള്ളതാണ്. എല്ലാം ഭഗവാൻ തന്നെയായി. കറക്റ്റായിട്ട് ഭഗവാൻ കോപ്പി ചെയ്തു എന്ന് ഇവിടെ നാരദ മഹർഷി പറയുകയാണ്. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നു, ഇതിലൂടെ ഭഗവാൻ തെളിയിച്ചു വേദങ്ങളുടെ വാക്ക് എന്താണ്? സർവം വിഷ്ണുമയം വിശ്വം. ഈ മുഴുവൻ ബ്രഹ്മാണ്ടവും വിഷ്ണു ആണെന്ന് എല്ലാവരും കമൻസിൽ ടൈപ്പ് ചെയ്യൂ. സർവം വിഷ്ണുമയം വിശ്വം. സൂപ്പർ അല്ലേ? വേദങ്ങളുടെ വാക്കാണ്. സർവം വിഷ്ണുമയം വിശ്വം. എല്ലാത്തിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ തെളിയിച്ചു എന്ന് നാരദ മഹർഷി ഇവിടെ പറയുന്നു. അപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറ് ദിശയിലേക്ക് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? പശുക്കുട്ടികളെയും കൂട്ടുകാരെയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞു അതേപോലെ തന്നെ. പക്ഷേ എല്ലാവരും ഭഗവാൻ തന്നെയാണ്. എല്ലാ കൂട്ടുകാരും, എല്ലാ പശുക്കുട്ടികളും, വടി, കയറ്, പാത്രങ്ങൾ എല്ലാം കൃഷ്ണൻ തന്നെയാണ്. അല്ലേ? അപ്പോൾ ഈ പല പല കൂട്ടുകാർ എല്ലാവരും കൃഷ്ണനായിരുന്നു. അവരെല്ലാ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ഓടക്കുള്ളിലെ നാദം കേട്ടിട്ട് ഗോപികമാരെല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ്. അവരെല്ലാം പെട്ടെന്ന് എഴുന്നേറ്റു. അവിടെ സ്ഥലങ്ങളിൽ നിന്ന് പാല് വരാൻ തുടങ്ങി. കാരണം ഗോപികമാരിൽ കുറേ ഗോപികമാർക്ക് ഭഗവാനോട് വാത്സല്യ സ്നേഹമാണ്. എല്ലാവരും ഭഗവാനെ കാമുകനായിട്ടല്ല സ്നേഹിച്ചു. യശോദാമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഗോപിമാരുన్నారు. അവർക്കെല്ലാം ഭഗവാനോട് ഭയങ്കര സ്നേഹം കൊണ്ട് സ്ഥലത്തിൽ നിന്ന് പാലൊഴുകാൻ തുടങ്ങി. അവരെല്ലാവരും അവരവരുടെ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. പക്ഷെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കാരണം എന്താ? ഭഗവാൻ കൃഷ്ണനാണ് അല്ലേ? എന്നിട്ട് എന്തു പറയുന്നത്? പശുക്കുട്ടികളെ കണ്ടിട്ട് പശുക്കളെല്ലാം അത് അന്നേരം പശുക്കൾക്കും പ്രത്യേക ആനന്ദമായിരുന്നു. അവർ വീണ്ടും വീണ്ടും പശുക്കുട്ടികളെ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും പാല് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇങ്ങനെ എല്ലാ ഗോപികമാരും എല്ലാ പശുക്കളും ഭഗവാന്റെ അമ്മമാരായി എന്ന് പറയുന്നു. അന്നേരം ഇവിടെ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് ഒരു 4 ഇരട്ടിയെങ്കിലും അവർക്ക് അവരുടെ കുട്ടികളോടുള്ള സ്നേഹം വർദ്ധിച്ചു എന്ന്. അതായത് പശുക്കൾക്ക് പശുക്കുട്ടികളോട് എത്ര സ്നേഹമാണെന്ന് നിങ്ങൾ ഗോശാലയിൽ പോയി നോക്കണം. ഇതേപോലെ ഒരമ്മയ്ക്കും ഒരു കുട്ടിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവനാണ് പശുക്കുട്ടി. അന്നേരം അതൊരു 4 ഇരട്ടി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും അല്ലേ? എല്ലാ പശുക്കൾക്കും അവരുടെ കുട്ടികളോടുള്ള സ്നേഹം 4 ഇരട്ടി വർദ്ധിച്ചു. അമ്മമാർക്ക്, ഗോപികമാർക്കും അവരുടെ മക്കളോടുള്ള സ്നേഹവും വർദ്ധിച്ചു എന്ന് പറയുന്നു. അവർ ഭഗവാനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ
അവരെ ഭഗവാനെ കുളിപ്പിക്കുമ്പോൾ ഭഗവാന്റെ ദേഹമൊക്കെ ഇങ്ങനെ തലോടുന്ന സമയത്ത് അവർക്കൊരു പ്രത്യേക ആനന്ദമായിരുന്നു. അന്നേരം എല്ലാവരും ഭഗവാൻ കൃഷ്ണൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ അതീവ രഹസ്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നു. ഈ സമയത്താണ് കോടാനുകോടി ഗോപികമാർ പല പല ഗോപന്മാരുമായിട്ട് വിവാഹം കഴിച്ചത്. അവരെല്ലാം യഥാർത്ഥത്തിൽ കൃഷ്ണനായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ ട്വിസ്റ്റ് അല്ലേ? അന്നേരം രാസലീലയിൽ പങ്കെടുത്ത എല്ലാ ഗോപന്മാരുമായിട്ട് വിവാഹം കഴിച്ചത് ഈ സമയത്താണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആരാ? ഭഗവാന്റെ തന്നെ ഭാര്യമാരാണ്. ഓക്കെ, ഇനി ഉടനെ ചോദിച്ചാൽ ഭഗവാൻ അതിന് കുഞ്ഞല്ലേ, ഇത്രയും ചൈൽഡ് മാരേജ് അത് ശരിയല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചൈൽഡ് മാരേജിൻ്റെ പുറകിൽ ഒരുപാട് തത്വമുണ്ട്. കാരണം ഇത് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലല്ല. പക്ഷെ പണ്ട് കാലത്ത് അത് എന്തിനായിരുന്നു എന്നതിൻ്റെ ഉദ്ദേശം അതൊരിക്കലും ഒരു ശാരീരിക ബന്ധത്തിന് വേണ്ടിയല്ല. പക്ഷേ അവർ കുട്ടിക്കാലത്തെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അത് ഫിക്സ്ഡ് ആവും. ഇതാണ് എൻ്റെ ഭർത്താവ് എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു മനസ്സ് വേറൊരു തെറ്റായ ദിശയിലേക്ക് പോകണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നു. വിവാഹം കഴിച്ചതിന് ശേഷവും ആൺകുട്ടികൾ അവരവരുടെ വീടുകളിൽ തന്നെ, പെൺകുട്ടികളും അവരവരുടെ വീടുകളിൽ തന്നെ. എന്നിട്ട് ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർ രണ്ട് കുടുംബ അംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടും. അപ്പോൾ ആ പെൺകുട്ടി ഭർത്താവ് എന്ന ആൺകുട്ടിക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുകയും വെള്ളം കൊടുക്കുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അന്നേരം അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാകും. ആത്മീയ ബന്ധം, സൗഹൃദ ബന്ധം, അതായിരുന്നു ഉദ്ദേശം. അന്നേരം ഈ സമയത്താണ് എല്ലാ ഗോപികമാരും ഭഗവാനുമായിട്ട് വിവാഹം കഴിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. അന്നേരം ഇത് നമ്മൾ മനസ്സിലാക്കണം. വിവാഹം കഴിച്ചതിന് ശേഷവും ഭഗവാനായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ടല്ലേ ഗോപികമാർ വീണ്ടും ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വർദ്ധിച്ചുകൊണ്ടല്ലേ അവർ വീണ്ടും കാർത്യായനി വ്രതമൊക്കെ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ആ രാസലീല സമയത്താണ് ഭഗവാൻ ആദ്യമായിട്ട് ഭഗവാനെ ഗോപികമാർ തൊടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെ 1 വർഷം കഴിഞ്ഞു പോയി. ഭഗവാൻ പശുക്കുട്ടികളും കൂട്ടുകാരുമായിട്ട് എല്ലാവരുടെ വീട്ടിലുമുണ്ട്. ഗോപന്മാരായിട്ട് പശുക്കുട്ടികളെ സംരക്ഷിക്കുന്നു. ആ പശുക്കുട്ടികളും ഭഗവാൻ തന്നെയാണ്. അന്നേരം ഇനി വെറും 5 രാത്രി മാത്രമേ ബാക്കിയുള്ളൂ 1 വർഷം കംപ്ലീറ്റ് ആവാൻ. ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും കൂടെ വനത്തിൽ പോയി പശുക്കുട്ടികളെ മേയിച്ചുണ്ട്. അന്നേരം മനസ്സിലാക്കണം, ബ്രഹ്മവിമോഹന ലീല സമയത്ത് ബ്രഹ്മദേവൻ ഭഗവാന്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ബലരാമസ്വാമി ഇല്ലായിരുന്നു. കാരണം ബലരാമസ്വാമി അന്നത്തെ ദിവസം പോയില്ലായിരുന്നു. അന്നേരം ഇവിടെ പറയുന്നു, അങ്ങനെ പശുക്കളെ മേയിച്ച് പോയപ്പം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് പശുക്കുട്ടികളെ കണ്ടു. അന്നേരം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഗോപന്മാർ വലിയ പശുക്കളെയും കൊണ്ടുപോകും. എന്നിട്ട് ഗോപന്മാരുടെ മക്കളായിട്ടുള്ള കൊച്ചുകുട്ടികൾ പശുക്കുട്ടികളെയും കൊണ്ടുപോകും. അങ്ങനെയാണ് അവർ വേറെ വേറെ ദിശകളിലാണ് പോകുന്നത്. രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കുടിക്കും, അതാണ് കുട്ടികളുടെ ഭക്ഷണം. അതുകൂടാതെ അന്നേരം കൊച്ചുകുട്ടികളല്ല പശുക്കുട്ടികൾ, കുറച്ച് വലുതാണ്. അതുകൊണ്ട് അവർക്ക് പുല്ലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അന്നേരം എന്തുപറ്റി, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഈ പശുക്കുട്ടികളെ കണ്ടു. അന്നേരം ആചാര്യന്മാർ ഇതും പറയുന്നുണ്ട്, ഈ പശുക്കളെല്ലാം വേറെ പ്രസവിച്ചിട്ടുണ്ട്. അന്നേരം പൊതുവെ പശുക്കൾക്ക് ഏറ്റവും പുതിയതായിട്ട് പ്രസവിച്ച കുട്ടിയോടായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അന്നേരം ആ കുട്ടിയെക്കാട്ടിയും അറ്റാച്ച്മെൻറ്റ് ഈ പശുക്കുട്ടികളോട് കാണിക്കുന്നു. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അന്നേരം ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് പശുക്കുട്ടികളെ കണ്ട ഉടൻ തന്നെ എന്ത് ചെയ്തു, അവർ ഓടി താഴോട്ട് വന്നു. അതും വലിയ വലിയ പാറകളും മറിഞ്ഞടിച്ച് വീഴും. പശുക്കൾ ഇത്രയും നല്ല തടിച്ചിരിക്കുന്ന പശുക്കളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളിന് വേണ്ടുന്ന തീറ്റയൊന്നും കൊടുക്കത്തില്ല. നന്നായി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾ നല്ല കൊഴുത്തിരിക്കും, എല്ലൊന്നും കാണാൻ പറ്റത്തില്ല. അന്നേരം
ആ രീതിയിൽ അത്രയും നല്ല വണ്ണവും വെച്ചിട്ട് എന്നിട്ട് അകിടൊക്കെ പാല് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഇട്ടിട്ട് പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നേരം എന്തുമായിരിക്കും ഇത്രയും പശുക്കൾ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഓടുന്ന സമയത്ത് എന്തുമായിരിക്കുക. അന്നേരം എല്ലാവരും കൂടെ ഓടി. അന്നേരം പശുക്കളെ ഗോപന്മാരെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. എവിടെ നിൽക്കാനാണ്, ഓടി വന്നിട്ട് കുട്ടികളെ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ ഇങ്ങനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പശുക്കുട്ടികളെല്ലാം അവരുടെ അമ്മയുടെ അകട്ടിൽ നിന്ന് ഇങ്ങനെ പാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഗോപന്മാരാകെ വിഷമിച്ചു. പക്ഷേ എന്താ ഈ പശുക്കൾക്കൊരു അനുസരണം ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക്, ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവരവരുടെ കുട്ടികളെ കണ്ടു. കുട്ടികളെ കണ്ടുകൊണ്ട് ഉടനെ അവരും കൂടെ കുട്ടികളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ കണ്ടുടൻ തന്നെ കുട്ടികളെ എല്ലാം പിടിച്ച് മടിയിലിരുത്തി അവരിങ്ങനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരായിട്ടുള്ള ഗോപന്മാരും വൃദ്ധരായിട്ടുള്ള ഗോപന്മാരും എല്ലാവരും അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരികയാണ്. എന്നിട്ട് അവരെല്ലാം കുട്ടികളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, കൊച്ചുമക്കളെയും കെട്ടിപ്പിടിച്ചു. അന്നേരം മുതിർന്ന ഗോപന്മാരുണ്ട്, അവരുടെ കൊച്ചുമക്കളായിട്ടും ഭഗവാൻ കൃഷ്ണനാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു. അന്നേരം ഇത് കണ്ടിട്ട് ബലരാമസ്വാമി ഇതെന്തുകൂടി. ബലരാമസ്വാമിയുടെ മനസ്സിൽ കുറേ ചിന്തകൾ വന്നിട്ട് ബലരാമസ്വാമി പറഞ്ഞു, ഈ ഒരു വർഷമായിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? എല്ലാവർക്കും തമ്മിൽ മക്കളോടുള്ള സ്നേഹം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ദിനം പ്രതി അവരുടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എന്തെങ്കിലും മായയാണോ? ദേവന്മാരാലോ ഗന്ധർവന്മാരാലോ ഓരോ രാക്ഷസന്മാരാലോ? പക്ഷെ എന്നെ മായയിലാക്കത്തക്കവണ്ണം ആരാണ് ഇത്ര ശക്തൻ? എന്നെ മായയിലാക്കാൻ കൃഷ്ണന് മാത്രമേ പറ്റൂ എന്ന് ബലരാമസ്വാമി ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബലരാമസ്വാമി കണ്ണങ്ങോട്ട് അടച്ചു. ഉടൻ തന്നെ ബലരാമസ്വാമിക്ക് എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റി. ബലരാമസ്വാമിക്ക് മനസ്സിലായി എല്ലാ പശുക്കുട്ടികളും ഗോപന്മാരും എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ തന്നെയാണെന്ന് ബലരാമസ്വാമിക്ക് മനസ്സിലായി. എല്ലാവരുടെ കയ്യിലും ഓടക്കുഴലും പശുക്കളെ മേയ്ക്കുന്ന വടിയും മയിൽപ്പീലിയും ചൂടി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെ വക്ഷസ്ഥലത്തും ഈ ഭൃഗുവിൻ്റെ പാദത്തിൻ്റെ ചിഹ്നമുണ്ട്, പൂക്കളുടെ മാലയും. എല്ലാവരും ഒരേ ആൾ തന്നെ, കൃഷ്ണനായിട്ട് തന്നെ എല്ലാവരും ബലരാമസ്വാമി കണ്ടു. ആ പകടിയും എല്ലാം കണ്ടു എന്നുള്ളത്, ആ ചുരുണ്ട മുടിയും അത് കണ്ടു. അതീവ കോടാനുകോടി കാമദേവന്മാരെ കാട്ടിയും സുന്ദരനായിട്ടുള്ള കോടാനുകോടി കൃഷ്ണന്മാരെ ബലരാമസ്വാമി കണ്ടു. എന്നിട്ട് ഇവിടെ പറയുന്ന ഭഗവാൻ ഒരു മൂക്കൂത്തി ഉണ്ടെന്ന് പറയുന്നു. അന്നേരം ആ മൂക്കൂത്തി യശോദാമ്മ ഒരു മൂക്കൂത്തി ഇട്ട് കൊടുക്കും. ഇവിടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് മുത്തിൻ്റെ ഒരു മുത്തുമണിയുടെ ഒരു ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടൊരു മൂക്കൂത്തി ഭഗവാന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുവരെ എല്ലാവരുടെ മൂക്കിലും ഉണ്ടായിരുന്നു പറയുന്നു. പല പല ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടു. പീതാംബരമൊക്കെ ധരിച്ച് അതീവ സുന്ദരമായിട്ട് കൂടാനുകൂടി സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന പോലെ കണ്ടു ഇവരെല്ലാം. എന്നിട്ട് ഇതേപോലെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലും കണ്ടു. എല്ലായിടത്തും കൃഷ്ണനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുട്ടികളും കൂട്ടുകാരുമായിട്ട് എല്ലായിടത്തും ഭഗവാനെ കണ്ടുന്നു. അപ്പോഴേക്കും ബ്രഹ്മദേവൻ ചെയ്ത് എന്താണെന്ന് മനസ്സിലായി, ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തെന്ന് മനസ്സിലായി. എന്നിട്ട് വീണ്ടും പശുക്കുട്ടികളെയും ഗോപന്മാരെയും കണ്ടിട്ട് ബലരാമസ്വാമി ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, അങ്ങയുടെ ഭക്തരാണ് ബ്രഹ്മദേവൻ, അനന്തശേഷൻ, യമൻ, ഇന്ദ്രൻ, മഹാദേവൻ. അവരെല്ലാം അങ്ങേ പൂജിക്കുന്നു. അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നേതാവ്. അങ്ങ് എപ്പോഴും സംതൃപ്തനാണ്. അങ്ങയുടെ ആഗ്രഹപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. അങ്ങേക്ക് കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. നാരദ മഹർഷി പറഞ്ഞു. അങ്ങനെ ബലരാമസ്വാമി പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ അവിടെ എത്തി. ഭഗവാൻ കൃഷ്ണനെയും ബലരാമസ്വാമിയും കണ്ടു, പശുക്കുട്ടികളെയും കണ്ടു, ഗോപന്മാരെയും കണ്ടു. എന്നിട്ട് ബ്രഹ്മദേവൻ വിചാരിച്ചു, ഞാൻ ഇവിടുന്ന് മാറ്റിയ പശുക്കുട്ടികളെയും ഗോപന്മാരെയും എല്ലാം കൃഷ്ണൻ വീണ്ടും കൊണ്ടുവന്നല്ലോ.
എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ വീണ്ടും പോയി. അന്നേരം അവിടെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ തന്നെയുണ്ട്. ഇപ്പോഴും അവർ യോഗനിദ്രയിലാണ്. വീണ്ടും വ്രജത്തിലെത്തി. വീണ്ടും ഭഗവാൻ കൃഷ്ണനെയും ഗോപന്മാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം വിചാരിച്ചു, ഇത് വലിയൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഈ കുട്ടികളെല്ലാം എവിടുന്ന് വരുന്നു? അവരെല്ലാം നേരത്തെ പോലെ തന്നെ കൃഷ്ണനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വർഷമാണ്. എന്നിട്ട് ഇത്രയും കാലം ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്നു? ഇങ്ങനെ ബ്രഹ്മദേവൻ ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാത്തിനെയും പരിഭ്രാന്തിയിലാക്കുന്ന ബ്രഹ്മദേവൻ ഭഗവാന്റെ മായയിൽ പരിഭ്രാന്തനായി. എന്തിനേറെ പറയുന്നു, ബ്രഹ്മദേവന്റെ സ്വന്തം ശരീരം പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു, നാരദ മഹർഷി പറയുന്നു, ബ്രഹ്മദേവൻ സ്വയത്തെ വെറും ഒരു ചെറിയൊരു സൂര്യൻ്റെ മുമ്പിലുള്ള ഒരു മിന്നാമിനുങ്ങ് പോലെ തോന്നി ബ്രഹ്മദേവന്. ബ്രഹ്മദേവൻ ആകെ പരിഭ്രാന്തനായി ഭഗവാന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. അപ്പം ഭഗവാൻ കാരുണ്യപൂർവ്വം മായാശക്തിയെ മാറ്റി സ്വയത്തെ പ്രകടമാക്കി. അപ്പോൾ ബ്രഹ്മദേവൻ പശുക്കുട്ടികളെയും ഗോപന്മാരെയെല്ലാം സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. ബ്രഹ്മദേവൻ എല്ലാ ബ്രഹ്മാണ്ടത്തെയും കണ്ടു. എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ ഉള്ളിലും പുറത്തുമായിട്ട് കണ്ടു. ബ്രഹ്മദേവൻ്റെ ബ്രഹ്മാണ്ടവും ഭഗവാന്റെ ഉള്ളിലായിട്ട് കണ്ടു. ഭഗവാന്റെ ശക്തികളെ മൊത്തം കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് ബ്രഹ്മദേവൻ അത്ഭുതപ്പെട്ടു. അതിനുശേഷം ഒട്ടും അനങ്ങാൻ പോലും പറ്റാതെ സ്തംഭിച്ചിരിക്കുകയാണ് ബ്രഹ്മദേവൻ. ഇത് ബ്രഹ്മദേവന് കൂടുതൽ താങ്ങാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി ഭഗവാൻ വീണ്ടും ഭഗവാന്റെ മായാശക്തിയെ മാറ്റി. അപ്പോൾ ബ്രഹ്മദേവൻ ഏകദേശം ബോധം കെടുന്ന അവസ്ഥയിലേക്കായി. എന്നിട്ട് എങ്ങനെയൊക്കെയോ കണ്ണ് തുറന്നപ്പോൾ വൃന്ദാവനത്തിനെ യഥാർത്ഥത്തിൽ കാണുകയാണ് ബ്രഹ്മദേവൻ. ഇപ്പം മനസ്സ് വളരെ ശാന്തമായി. അതീവ സുന്ദരമായിട്ടുള്ള 10 ദിശകളിലും അതീവ സുന്ദരമായിട്ടുള്ള പുഷ്പങ്ങളുള്ള ധാരാളം ചെടികളും വൃക്ഷങ്ങളും ഒക്കെ കാണുകയാണ്. ഭഗവാൻ കൃഷ്ണനെ കണ്ടു. ഒരു പിടി ഉരുളയും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടികളെയും കൂട്ടുകാരെ അന്വേഷിച്ചു നടക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനെ കാണുകയാണ്. ഭഗവാനെ കണ്ടിട്ട് ഇത് സാക്ഷാൽ ഹരിയാണ്, ഗോലോകത്തിലെ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി. ഒരു സാധാരണ ഗോപനായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബ്രഹ്മദേവന് ഒരുപാട് ഭയം തോന്നി. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി ബഹുലാശ്വ രാജാവിനോട് പറയുന്നു, ക്ഷമ ചോദിക്കാനായിട്ട് ബ്രഹ്മദേവൻ ആകെ ഒരു ചമ്മൽ പോലെ തോന്നി. എന്നിട്ട് ആ അരയന്ന വാഹനത്തിൽ നിന്നും താഴെ ഇറങ്ങി ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ കാരുണ്യം കാണിക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം. എന്നിട്ട് വീണ്ടും വീണ്ടും തല ഭഗവാന്റെ തൃപ്പാദത്തിൽ മുട്ടിക്കുകയാണ്. എന്നിട്ട് ധാരധാരയായിട്ട് കണ്ണീര് വരികയാണ്. ബ്രഹ്മദേവനെ എഴുന്നേൽപ്പിച്ച് ഭഗവാൻ ആശ്വസിപ്പിച്ചു. എന്നിട്ടിവിടെ പറയുന്നു, എങ്ങനെയാണോ ഒരു കാമുകൻ കാമുകിയെ ആശ്വസിപ്പിക്കുന്നത് അതേപോലെ അത്രയ്ക്ക് സ്നേഹത്തോടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ബ്രഹ്മദേവനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ചുറ്റും നിൽക്കുന്ന ദേവന്മാരെയൊക്കെ നോക്കുകയാണ്. അപ്പം ഭഗവാൻ അവരെല്ലാം നോക്കുന്നതെന്ന് കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷം. അവരെല്ലാവരും നമസ്കരിച്ചു. എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. അപ്പോൾ ഭഗവാനെ കണ്ടിട്ട് ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചു. ബ്രഹ്മദേവൻ നമസ്കരിച്ചു. വീണ്ടും വീണ്ടും ദേഹം മുഴുവൻ രോമാഞ്ചമുണ്ടായി. എന്നിട്ട് തൊണ്ടയെല്ലാം ഇടറി സ്നേഹത്തോടു കൂടി ഭഗവാനോട് സ്തുതിക്കുകയാണ്. ഇനി നമ്മൾ ബ്രഹ്മദേവൻ്റെ സ്തുതിയാണ് ശ്രവിക്കാൻ പോകുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ,
ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ തൃപ്പാദങ്ങളിൽ. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങ് ഒരു ഓടക്കുലം പിടിച്ചുകൊണ്ട് മയിൽപീലിയും ചൂടി അങ്ങയുടെ ചേട്ടനുമായ ബലരാമസ്വാമിയായിട്ട് ഇവിടെ നിൽക്കുന്നു. അങ്ങയുടെ നിറം കാർമുകിൽ വർണ്ണമാണ്. അങ്ങയുടെ വസ്ത്രം പീതാംബരമാണ്. അങ്ങയുടെ വാക്കുകൾ അമൃതനെക്കാട്ടിയും മധുരമാണ്. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങ് പരമോന്നതനാണ്. അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അങ്ങ് ഈ മായാശക്തിയുടെ അധിപനാണ്. നമ്മളെല്ലാവരും അങ്ങയുടെ വെറും ചെറിയൊരു അംശം മാത്രമാണ്. അങ്ങാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം സൃഷ്ടിക്കുന്ന അങ്ങയുടെ ശക്തിയാണ്. അങ്ങ് സാക്ഷാൽ കൃഷ്ണചന്ദ്രനാണ്, ഗോലോകത്തിലെ നാഥൻ. അങ്ങ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നന്ദമഹാരാജൻ്റെ മകനായിട്ട്, അതൊരു ലീല മാത്രമാണ്. അങ്ങ് സാധാരണ ഒരു ഗോപനായിട്ട് വന്നു, പശുക്കളെല്ലാം മേയിച്ചു നടക്കുന്നു. അങ്ങയുടെ ലീലകൾ അതിമനോഹരമാണ്. ഈ വൃന്ദാവനത്തിനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഈ വൃന്ദാവനത്തിൽ കളിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. കോടാനുകൂടി കാമദേവനെക്കാട്ടിയും സുന്ദരനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. പീതാംബരവും ധരിച്ച് കൗസ്തുഭമണിയും ചൂടിയ ഉടക്കുള്ളും പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്രജത്തിലെ ആ രാജാവിനെ ഞാൻ നമസ്കരിക്കുന്നു. രാധാറാണിയുടെ പ്രിയനാഥനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. ഭക്തിയോടുകൂടി, പരിശുദ്ധിയോടുകൂടി, വിരക്തിയോടുകൂടി ഞാൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു. ആ കാർമുകിൽ വർണ്ണനെ ഞാൻ ആരാധിക്കുന്നു. അങ്ങയുടെ ഓരോ ശരീരാംഗങ്ങളും അതിമനോഹരമാണ്. അങ്ങ് യജ്ഞത്തിൻ്റെ എല്ലാം നാഥനാണ്. ഈ ബോധത്തിൻ്റെയും നാഥനാണ്. അങ്ങ് തന്നെയാണ് സർവജ്ഞനായ പരമാത്മാവ്. പൊതുവെ ഒരു മനസ്സിൽ രജോഗുണം ബാധിക്കുമ്പോൾ അത് ഭൗതികമായിട്ട് ആസ്വാദന യോഗ്യമായതിനെ സ്വീകരിക്കുകയും ഭൗതികമായിട്ട് ആസ്വാദകമല്ലാത്തതിനെ തടയുകയും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതായത് നമ്മുടെ ഉള്ളിൽ രജോ ഗുണം കയറുമ്പോഴാണ് നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു വസ്തു ആസ്വാദകമായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ ആസ്വാദകമല്ലാതെയും തോന്നുന്നത്. ഇതിലൂടെ നമ്മുടെ ഉള്ളിൽ ഇവിടെ പറയുന്ന ഭൗതിക ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും അഹങ്കാരം വർദ്ധിക്കുകയും ധാർഷ്ട്യം വർദ്ധിക്കുകയും ഇതിലൂടെ യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെടുകയാണ്. കാലാവസ്ഥകൾ മാറുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ക്ഷണികമാണ്. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരുന്നു. ഈ ലോകം താൽക്കാലികമാണ്. ഇതാരാ പറയുന്നു? ബ്രഹ്മദേവൻ. എന്നിട്ടിവിടെ പറയുന്നു, ഒരു തീയിൽ നിന്ന് എങ്ങനെയാണോ തീപ്പൊരി മാറി അത് അവസാനിക്കുന്നത്, അതേപോലെയാണ് ഈ ലോകത്തിലെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം ക്ഷണികമാണ്. എങ്ങനെയാണോ ജലം അനങ്ങുന്നതിനനുസരിച്ച് ജലത്തിൻ്റെ അടുത്തുള്ള മരങ്ങളുടെ പ്രതിബിംബവും അനങ്ങുന്നത്, അതേപോലെ നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടുമ്പോൾ കണ്ണിങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഭൂമി കറങ്ങുന്നതായിട്ട് തോന്നുന്നത്, അതേപോലെ ഇതെല്ലാം മായയാണ്. ത്രിഗുണങ്ങളാൽ എല്ലാവർക്കും തോന്നും ഇന്ദ്രിയ ആസ്വാദനം ശരിയാണെന്ന്. ഈ ലോകത്തെ സുഖവും ദുഃഖവും എല്ലാം മനസ്സിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ഉണർന്ന വ്യക്തിക്ക് മനസ്സിലാവും ഇത് വെറും സ്വപ്നമാണെന്ന്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഭൗതിക ലോകം വെറും ഒരു സ്വപ്നം മാത്രമാണെന്ന്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ഭൗതിക പ്രവൃത്തികളിൽ നിന്നും വിരക്തനായിട്ട് ആധ്യാത്മിക പ്രേമത്തെ മാത്രം കൊതിക്കുന്നു. ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങ് എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവാണെന്ന് ആ വ്യക്തിക്ക് കാണാൻ പറ്റും. ആ വ്യക്തി എല്ലാവിധ ത്രിഗുണത്തിൽ നിന്ന് മുക്തനായി അങ്ങ് വാസുദേവനെ ആരാധിക്കുന്നു. ഹൃദയത്തിലിരിക്കുന്ന വാസുദേവനെ, എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്ന അങ്ങയെ തിരിച്ചറിയുന്നു. പരമഹംസങ്ങളായിട്ടുള്ള ഭക്തർക്ക് അങ്ങയെ എല്ലാത്തിലും തിരിച്ചറിയാൻ കഴിയും. അവരെപ്പോഴും
അങ്ങയെ സ്തുതിക്കുന്നു. എന്നാലും വേദങ്ങൾക്ക് അങ്ങയുടെ ഒരു അംശത്തെപ്പോലും മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ലോകത്ത് ആർക്കാണ് അങ്ങയുടെ കീർത്തിയെക്കുറിച്ച് പറയാൻ യോഗ്യതയുള്ളത്? 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ കഴിയില്ല. മഹാദേവൻ 5 വാ കൊണ്ട് എത്ര പറഞ്ഞാലും അങ്ങയെ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ബ്രഹ്മദേവനായിട്ട് ഞാനും എൻ്റെ 4 വാ കൊണ്ട് എത്ര പറഞ്ഞാലും അങ്ങയെ മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് അങ്ങയുടെ സേവനം ചെയ്യാൻ മാത്രമേ കഴിയൂ. അങ്ങ് വൈകുണ്ഠത്തിൽ വസിക്കുന്നു, അങ്ങ് ക്ഷീരസാഗരത്തിലും വസിക്കുന്നു. നാരായണ ഋഷിയായിട്ട് അങ്ങ് ഭാരതവർഷത്തിലുമുണ്ട്. അങ്ങ് യഥാർത്ഥത്തിൽ ഗോലോകത്തിലെ നാഥനാണ്. അങ്ങയുടെ ലീലകൾ അതിമനോഹരമാണ്. വലിയ വലിയ ഋഷിമാർക്കോ മനുഷ്യർക്കോ ദേവന്മാർക്കോ അസുരന്മാർക്കോ സ്വപ്നത്തിൽ പോലും അങ്ങയുടെ തൃപ്പാദം കാണാൻ കഴിയില്ല. ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനാണ്. എല്ലാ സദ്ഗുണങ്ങളുടെയും ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥ അങ്ങ് തന്നെയാണ്. അങ്ങ് മുക്തിദായകനാണ്, ലക്ഷ്മിയുടെ പതിയാണ്, വ്രജത്തിലെ നായകനാണ്. ഞാൻ എൻ്റെ മുമ്പിൽ അതിസുന്ദരമായിട്ട് മന്ദഹസിച്ച് അതിമനോഹരമായിട്ട് സംസാരിക്കുന്ന ഹരിയെ, സുന്ദരമായിട്ട് ചിരിക്കുന്ന ബിംബപ്പഴം പോലെ അതീവ മനോഹരമായിട്ടുള്ള ചുണ്ടുള്ള, മുല്ലമൊട്ടുകൾ പോലെ അതീവ സുന്ദരമായിട്ടുള്ള പല്ലുകളുള്ള, അതിസുന്ദരമായിട്ടുള്ള കവിളുകളുള്ള, സുന്ദരമായിട്ടുള്ള ചുരുണ്ട മുടിയുള്ള ആ ഭഗവാൻ കൃഷ്ണനെ, അതിസുന്ദരമായിട്ടുള്ള കുണ്ടലങ്ങളുള്ള ആ ഭഗവാൻ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രൂപം, മകരകുണ്ടലങ്ങളോടുകൂടിയുള്ള അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള മുഖം കാമദേവൻ്റെ ഹൃദയത്തെ പോലും പരിഭ്രാന്തിയിലാക്കുന്ന, സ്തംഭിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന ആ സുന്ദരമായിട്ടുള്ള രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിയട്ടെ. ആ ഗോലോകത്തിലെ അതീവ സുന്ദരനായിട്ടുള്ള ആ രാജാവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഒരു ഗോപനായിട്ട് എപ്പോഴും കളിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. വൈകുണ്ഠനാഥനെ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാ ദേവന്മാരും സ്തുതിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാന്റെ കീർത്തി എന്നും കൂടുതൽ കൂടുതൽ വ്യാപിക്കട്ടെ. എപ്പോഴും വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിൽ വിഹരിക്കുന്ന കുയിലിൻ്റെയും മയിലിൻ്റെയൊക്കെ അതീവ സുന്ദരമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ അതിസുന്ദരമായിട്ടുള്ള കാറ്റ് വീശുന്ന ഈ വൃന്ദാവനത്തിലൂടെ കളിക്കുന്ന ആ ഒരു ഭഗവാൻ എപ്പോഴും ഭക്തരെ സംരക്ഷിക്കട്ടെ. ഞാൻ ഭഗവാന്റെ ആ ഏറിനിട്ടുള്ള നോട്ടത്തെ നമസ്കരിക്കുന്നു. അത് സൗന്ദര്യങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഭഗവാന്റെ ആ ഏറിനിട്ടുള്ള നോട്ടം. എന്നിട്ടിവിടെ പറയുന്നു, ഭഗവാന്റെ കണ്ണുകൾ ഏകദേശം ചെവിയുടെ അടുത്ത് വരെ നീണ്ടു നിൽക്കുന്നു. അങ്ങനെ ഭഗവാനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഞാൻ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള കാൽ നഖങ്ങളെ പൂജിക്കുന്നു. എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും നശിപ്പിക്കുന്ന ആ തൃപ്പാദത്തെ നമസ്കരിക്കുന്നു. ഭൂമിയിൽ സാധുജനങ്ങളും ദേവന്മാരും എല്ലാവരും സ്തുതിക്കുന്ന ആ തൃപ്പാദത്തെയാണ്. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദത്തെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, അങ്ങയുടെ അതിസുന്ദരമായിട്ടുള്ള പീതാംബരത്തെയും ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ ഓരോ പ്രവൃത്തികളും ആനന്ദദായകമാണ്. അങ്ങയുടെ വക്ഷസ്ഥലത്ത് ഭൃഗുമുനിയുടെ ആ പാദം ഇപ്പോഴുമുണ്ട്. ലക്ഷ്മി ദേവിയുടെ ശ്രീവത്സവും നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ വജ്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പല പല രത്നങ്ങളുടെയും മാലകൾ അങ്ങയുടെ കഴുത്തിലുണ്ട്. അതെല്ലാം നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നു. പല പല പുഷ്പങ്ങളുടെ മാലയും അങ്ങയുടെ കഴുത്തിലുണ്ട് എന്ന് പറയുന്നു.
അങ്ങയുടെ കൈ എപ്പോഴും ഓടക്കുഴലിനാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ ശിരസിൽ അതിസുന്ദരമായിട്ടുള്ളൊരു കിരീടമുണ്ട്, മയിൽപ്പീലി ചൂടിയിട്ടുള്ളത്. അത് ഏറ്റവും സുന്ദരമായിട്ടിരിക്കുന്നു. അങ്ങ് ഈ വ്രജത്തിലെ അതീവ സുന്ദരനായിട്ടുള്ളൊരു രാജകുമാരനാണ്. അങ്ങയുടെ മകരകുണ്ടലങ്ങളും ഇങ്ങനെ ബ്രഹ്മദേവനാകെ അങ്ങ് സ്തംഭിച്ചു പോയി വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. അങ്ങയുടെ ചുരുണ്ട മുടിയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും തേജസ്സിനെ പോലും ചെറുതാക്കുന്ന രീതിയിലുള്ള അങ്ങയുടെ സുന്ദരമായിട്ടുള്ള കവിളുകളും അങ്ങയുടെ കിരീടവും ഇങ്ങനെ വീണ്ടും വീണ്ടും ബ്രഹ്മദേവൻ വർണ്ണിക്കുകയാണ്. അങ്ങ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനാണ്. കാർത്തികേയൻ, ദേവേന്ദ്രൻ, വിഘ്നേശ്വരൻ, ചന്ദ്രദേവൻ, സൂര്യദേവൻ അവർക്ക് പോലും അങ്ങയുടെ ആ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങയുടെ അനുവാദം ഇല്ലാതെ ഒരു ദേവന് പോലും അങ്ങയുടെ വനത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ കൈകൂപ്പുകയാണ്, ഭഗവാന്റെ മുമ്പ് യാചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ജഗന്നാഥ, ഞാൻ അങ്ങയുടെ നാഭിയിൽ നിന്ന് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ അമ്മയാണ്. എങ്ങനെയാണോ ഒരു അമ്മ കുട്ടിയുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്നത്, അതേപോലെ എനിക്ക് മാപ്പ് നൽകണം. അങ്ങ് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെയും അധിപനാണ്. ഞാൻ വെറും ചെറിയൊരു ബ്രഹ്മാണ്ടത്തിൻ്റെ ബ്രഹ്മദേവൻ മാത്രമാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങയുടെ മായാശക്തിയാൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാവരും സ്തംഭിക്കും. അങ്ങയുടെ ആ ഒരു മായാശക്തിയാൽ പരിഭ്രാന്തരായി എല്ലാവരും അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയാണ്. ഗോവിന്ദ, ഹരി, നാരായണ, അങ്ങാണ് യഥാർത്ഥ നാരായണൻ, ഞാൻ നാരായണനല്ല. എത്രയോ ബ്രഹ്മാണ്ടങ്ങളായിട്ട് അനന്തശേഷൻ്റെ എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ യുഗങ്ങളായിട്ട് അനന്തശേഷൻ്റെ മുകളിൽ ശയിക്കുന്ന ആ നാരായണൻ അങ്ങ് തന്നെയാണ്. പൂതനെ പോലെയുള്ള എത്രയോ അസുരന്മാരെല്ലാവരും അങ്ങയുടെ ആ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചിരിക്കുകയാണ്. യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള ആ ബ്രഹ്മജ്യോതി അവർക്ക് ലഭിച്ചു. മാധവ, അങ്ങ് അസംഖ്യം പശുക്കുട്ടികളായിട്ടും ഗോപന്മാരായിട്ടും രൂപം ധരിച്ചു. അങ്ങ് വനത്തിൽ ഇങ്ങനെ വിഹരിച്ചു. എൻ്റെ എല്ലാ തെറ്റുകൾക്കും അങ്ങ് മാപ്പ് നൽകണമേ. ഗോവിന്ദ, മാപ്പ് നൽകണമേ. എന്നോട് കാരുണ്യം കാണിക്കണമേ. എങ്ങനെയാണോ ഒരു അച്ഛൻ മകൻ്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകുന്നത്, അതേപോലെ എൻ്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകണേ. അങ്ങയിൽ ഭക്തി ഇല്ലാത്തവർക്ക് അവർക്കൊരിക്കലും അങ്ങയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. അവർ അങ്ങയുടെ നിരാകാര രൂപത്തെ അംഗീകരിച്ച് ഇങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് വളരെ ദുസ്സഹമായിട്ടുള്ള വഴിയാണെന്ന് പറയുന്നു. ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി അങ്ങയുടെ ഭക്തരാവുക എന്നതാണ്. ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു, ഭഗവാന്റെ ആ നിരാകാര ബ്രഹ്മജ്യോതിയെ പൂജിക്കുന്ന വ്യക്തികൾ, അതായത് ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവർ, അവർക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു സിദ്ധാന്തത്തിൽ ആകർഷണം തോന്നുന്നത്. അവരുടെ പ്രവൃത്തികളെല്ലാം വെറുതെയാണെന്ന് പറയുന്നു. എത്രയോ യോഗികളും ഋഷിമാരും എല്ലാം അങ്ങയുടെ ഭക്തരായിട്ട് മാറുന്നു. അതേപോലെ വ്രജവാസികളെല്ലാം അങ്ങയുടെ ഭക്തരാണ്. ഇവിടെ പറയുന്നു, അങ്ങയോടുള്ള പ്രേമം രണ്ട് രീതിയിലാണ് വരുന്നത്. എങ്ങനെ? ഒന്ന് കേൾക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും. പക്ഷേ എനിക്ക് അങ്ങയോടുള്ള പ്രേമം എന്തുകൊണ്ട് വരുന്നില്ല? എന്നിട്ട് ഇവിടെ പറയുന്നു, ഒരാൾക്ക് ഭഗവാനോട് പ്രേമം വരുന്നത് എങ്ങനെയാണ്? ഭഗവാനെക്കുറിച്ച് കേട്ട് ഭഗവാനെ കണ്ട്. ഈ രണ്ട് വഴി കൂടെയാണ് പ്രേമം വരുന്നത്. അന്നേരം ഇവിടെ എന്നിട്ടും ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടു, അങ്ങയെ കണ്ടു, എന്നിട്ടും എന്താണ് ഭഗവാൻ എനിക്ക് പ്രേമം വരാത്ത അങ്ങയോട്? എല്ലാം പറഞ്ഞിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ നമസ്കരിക്കുകയാണ്. ധാരധാരയായിട്ട് കണ്ണീര് വരികയാണ്. വീണ്ടും വീണ്ടും ബ്രഹ്മദേവൻ ക്ഷമയ്ക്കായിട്ട് യാചിക്കുകയാണ്.
എനിക്കും ഈ വ്രജത്തിലെ ഗോപന്മാരുടെ ഇടയിൽ ജനിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതം സഫലമാകൂ. വേറൊന്നും ശുഭകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാക്ഷാൽ ദേവന്മാരുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന മഹാദേവൻ അവർ പോലും ഒരു ഗോപനാകാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ ഒരു നോട്ടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ആ ഒരു ഭാഗ്യം നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? അങ്ങയുടെ അച്ഛനും അമ്മയും എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ഗോപന്മാരെത്ര ഭാഗ്യവാന്മാരാണ്. ഗോപികമാരെത്ര ഭാഗ്യവതികളാണ്. അവർക്കെല്ലാം അങ്ങയുടെ യഥാർത്ഥ രൂപത്തിൽ അങ്ങേ കാണാൻ പറ്റും. ഭഗവാൻ കൃഷ്ണ, എല്ലാ പ്രപഞ്ചങ്ങളുടെയും നാഥനായ ഭഗവാനെ, യമുനാതീരത്ത് വിഹരിക്കുന്ന ഭഗവാനെ, എന്നെ രക്ഷിക്കണമേ. കൃഷ്ണ, അങ്ങ് വൃഷ്ണികുല നായകനാണ്, നന്ദമഹാരാജൻ്റെ മകനാണ്, രാധാദേവിയുടെ നാഥനാണ്, കാമദേവനെ മോഹിപ്പിക്കുന്നവനാണ്, ദേവന്മാരുടെ എല്ലാം നായകനാണ്, വ്രജത്തിലെ നായകനാണ്, ഗോകുലത്തിലെ രാജാവാണ്. ഗോവിന്ദ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ മായാശക്തിയിൽ ഭ്രമിതനായിരിക്കുകയാണ്. ആരാണോ അങ്ങേക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത്, എല്ലാ തീർത്ഥ സ്ഥലങ്ങളും സന്ദർശിച്ച ആ ഒരു അനുഗ്രഹം ആ വ്യക്തിക്ക് കിട്ടും. അവർ തീർച്ചയായിട്ടും അങ്ങയുടെ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നാരദ മഹർഷി പറയുന്നു, ഇങ്ങനെയുള്ള സ്തുതികളെല്ലാം പറഞ്ഞ് ബ്രഹ്മദേവൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ 3 തവണ ഭഗവാൻ ഗോവിന്ദൻ്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്തു. ആദ്യം അപ്രത്യക്ഷനായി, എന്നിട്ട് എല്ലാ പശുക്കുട്ടികൾക്കും കൂട്ടുകാർക്കും എല്ലാ അനുഗ്രഹവും കൊടുത്തു ബ്രഹ്മദേവൻ. എന്നിട്ട് ഭഗവാനോട് അനുമതി ചോദിച്ചു പോകാനായിട്ട്. ഭഗവാൻ ഒരു നോട്ടത്തിലൂടെ സമ്മതം കൊടുത്തു. എന്നിട്ട് ബ്രഹ്മദേവൻ വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് ബ്രഹ്മദേവൻ്റെ ലോകത്തേക്ക് പോയി. ഭഗവാൻ കൃഷ്ണ ഉടൻ തന്നെ പശുക്കുട്ടികളെയും വനത്തിൽ നിന്ന്, യമുനാ തീരത്തിൽ നിന്നും പശുക്കുട്ടികളെല്ലാം വനത്തിൽ നിന്ന് യമുനാ തീരത്തിലേക്ക് കൊണ്ടുവന്നു. അന്നേരം ഒന്ന് ആലോചിച്ചോണം, 1 വർഷമായിട്ട് ഈ കൂട്ടുകാരെല്ലാം ഇവിടെ ഇല്ലായിരുന്നു. അന്നേരം വീണ്ടും ആ കൂട്ടുകാരെല്ലാം യമുനാ തീരത്തിരിക്കുകയാണ്. ഭഗവാൻ പശുക്കുട്ടികളെല്ലാം കാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഭഗവാന്റെ യോഗമായ ശക്തിയാൽ ഭഗവാൻ കൃഷ്ണൻ പശുക്കുട്ടികളായിട്ട് കണ്ടപ്പോൾ ഗോപന്മാർക്ക് തോന്നി കുറച്ച് നിമിഷങ്ങളായതേ ഉള്ളൂ ഭഗവാൻ പോയിട്ടെന്ന്. പക്ഷെ 1 വർഷം കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും പറഞ്ഞു, കൃഷ്ണ, നീ വേഗം വന്നല്ലോ പശുക്കുട്ടികളായിട്ട്, വേഗം വരും, ഭക്ഷണം കഴിക്കാം. നീ ഇല്ലാത്തതുകൊണ്ട് നമ്മളാരും തീർത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് വീണ്ടും കൂട്ടുകാരുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെല്ലാവരും ആ അഗാസുരൻ്റെ ശവം കാണിച്ചു തന്നു. ഇപ്പോഴത്തേക്ക് എല്ലാം അസ്ഥിയായി. നേരത്തെ എല്ലാം അഗാസുരനെ കൊന്നിട്ടാണ് എല്ലാവരും ഇവിടെ ഇരുന്നത്. ഇപ്പോൾ അഗാസുരൻ്റെ ശരീരം മൊത്തം അസ്ഥി മാത്രമായി. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ബലരാമസ്വാമിയും പശുക്കുട്ടികളും എല്ലാവരുമായിട്ട് നേരെ വ്രജത്തിലേക്ക് പോവുകയാണ് വൈകുന്നേരമായപ്പോൾ. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, അങ്ങനെ പശുക്കുട്ടികളാലും കൂട്ടുകാരാലും ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു, ആ വ്രജത്തിലെ രാജകുമാരനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഭഗവാൻ കൃഷ്ണനെ കണ്ടപ്പോൾ ഗോപികമാർക്ക് സ്നേഹം ഉള്ളിൽ നിന്ന് വർദ്ധിച്ചു. ഒരു നിമിഷം ഭഗവാനിൽ നിന്നുള്ള വിരഹം പോലെ എത്രയോ യുഗങ്ങൾ പോലെ തോന്നുന്ന ആ ഗോപികമാർക്ക് വലിയ സന്തോഷം തോന്നി. എല്ലാ പശുക്കുട്ടികളെല്ലാം ആ തൊഴുത്തിലാക്കി എല്ലാ കുട്ടികൾ അവരവരുടെ ഭവനത്തിലേക്ക് പോയി. ഇങ്ങനെയാണ് അഘാസുരൻ്റെ ആ ലീല, അഘാസുരനെ ഭഗവാൻ വധിച്ച ലീല. എന്നിട്ട് ഇന്നത്തെ ദിവസം ആ ലീല നടന്ന പോലെ കൂട്ടുകാരെല്ലാവരും വീട്ടിൽ പറയണം. 1 വർഷം കഴിഞ്ഞു, പക്ഷെ കൂട്ടുകാർക്ക് അറിയത്തില്ലല്ലോ.
പിന്നെ ആചാര്യന്മാർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രഹ്മദേവൻ കൊണ്ടുപോയത് ഭഗവാന്റെ കൂട്ടുകാരെ അല്ലെന്ന്. ഭഗവാൻ അതിനു മുമ്പേ തന്നെ ഭഗവാന്റെ കൂട്ടുകാരെ എല്ലാം മറച്ചു. എന്നിട്ട് ഭഗവാന്റെ കൂട്ടുകാരുടെ ഒരു മായാരൂപത്തെയാണ് ബ്രഹ്മദേവൻ കൊണ്ടുപോയത്, പശുക്കുട്ടികളെയൊക്കെ. അതായത് 3 ഗ്രൂപ്പ് ഓഫ് ഗോപന്മാരും പശുക്കുട്ടികളും ഉണ്ടായിരുന്നു. ഒന്ന് ബ്രഹ്മദേവൻ കൊണ്ടുപോയെന്ന് പറയുന്നു. പക്ഷെ ബ്രഹ്മദേവൻ വിചാരിച്ചു ഭഗവാന്റെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയാണ് കൊണ്ടുപോയത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ പശുക്കുട്ടികളെ അല്ല കൊണ്ടുപോയത്, ഭഗവാന്റെ ഒരു മായാ സൃഷ്ടിയാണ് കൊണ്ടുപോയത്. യഥാർത്ഥ കൂട്ടുകാരെയും ഗോപന്മാരെയും ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു, ബ്രഹ്മദേവന് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് ഇതുകൂടാതെ ഭഗവാന്റേതായിട്ടുള്ള രീതിയിൽ ഭഗവാൻ തന്നെ പശുക്കുട്ടികളും കൂട്ടുകാരുമായിട്ട് മാറുകയാണ്. അന്നേരം 3 ഗ്രൂപ്പ് ഓഫ് ഗോപന്മാരും പശുക്കുട്ടികളും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഇതുമല്ലേ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്താ പറയുകയല്ലേ, എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്നെല്ലാവരും കമൻസിൽ ടൈപ്പ് ചെയ്യൂ. അങ്ങനെ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ നിർത്താം. ഓക്കെ, ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ അടുത്ത ഭാഗം ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിരുന്നു, കാരണം 2-3 ലീലകൾ നമ്മളിന്ന് ചർച്ച ചെയ്തു. അഘാസുരവധവും പിന്നെ ബ്രഹ്മവിമോചന ലീലയും. ബ്രഹ്മദേവൻ്റെ ആ സ്തുതി അതിമനോഹരമായിരുന്നു അല്ലേ. കാരണം ബ്രഹ്മദേവൻ ആകെ വിഷമിച്ച് ടെൻഷനായി, പാവം അല്ലേ. നമ്മുടെ ആചാര്യനാണ്, ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം തുടങ്ങുന്ന ബ്രഹ്മദേവൻ എന്നാണ്. അങ്ങനെ ബ്രഹ്മദേവൻ അറിഞ്ഞൂടെ, എല്ലാം അറിയാം ബ്രഹ്മദേവൻ, ഇത് ഭഗവാന്റെ തന്നെ ഒരു ലീലയുടെ ഭാഗമാണ്. എന്നിട്ട് ഈ ഒരു ലീല വരുമ്പോഴാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാവുന്നത്. സാക്ഷാൽ ബ്രഹ്മദേവനും മഹാദേവനും എല്ലാം 33 കോടി ദേവന്മാരും, അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അവർ പോലും ആഗ്രഹിക്കുന്നു വൃന്ദാവനത്തിൽ ഒരു ഗോപനാകാൻ വേണ്ടി. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കും, എത്ര മഹാസൗഭാഗ്യമാണ് ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഭക്തർക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? പഞ്ചതത്വ മന്ത്രം ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവതി ഗൗരഭക്തവൃന്ദ, ഈ ഒരു മന്ത്രം ഒരു പ്രാവശ്യവും, പിന്നെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ, ഈ ഒരു മന്ത്രം ഏറ്റവും കുറഞ്ഞത് ഒരു 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കുക. അങ്ങനെ ക്രമേണ അത് കൂട്ടി ഒരു 16 പ്രാവശ്യം 108 വരെയെങ്കിലും നമ്മൾ ജപിക്കണം. അങ്ങനെ നമ്മുടെ അതൊരു ദിനചര്യയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ മോഹലോഭ മത മത്സരാദികളെല്ലാം മാറും. അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളും കുറയും. അങ്ങനെ കൂടുതൽ നമുക്ക് ഭഗവാനായിട്ട് അടുക്കാൻ പറ്റും. ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും. പിന്നെ നമ്മൾ ഒരു ദിവസം എന്തായാലും ഈ ലോകം വിട്ടു പോകണം. അപ്പോൾ നമ്മുടെ ആസക്തിയൊന്നും നമ്മുടെ എല്ലാം വിട്ടു പോകും. എന്നിട്ട് ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും. എന്ത് പറ്റും? നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ സത്സംഗത്തിലുള്ള ഒരുപാട് ഭക്തർ നിത്യവും 16 മാല ജപിക്കുന്നു. ഒരു മാല ജപിക്കാൻ ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുക്കും. അരമണിക്കൂർ കൊണ്ട് ഒരു 4 മാല ജപിക്കാൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് 8 മാല, 2 മണിക്കൂർ കൊണ്ട് 16 മാല ജപിക്കാൻ പറ്റും. 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നമുക്ക് ഭഗവാന് വേണ്ടി കൊടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ 2 മണിക്കൂർ നമ്മൾ ഭഗവാന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 22 മണിക്കൂർ നമുക്ക് വേണ്ടി ഭഗവാൻ തരും. ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടി സമയം കൊടുത്താൽ ഭഗവാൻ നമുക്ക് വേണ്ടി സമയം തരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ നാമം ജപിക്കാതെ തോന്നുന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ പറ്റും. ഗ്രഹങ്ങൾ എങ്ങനെയാണ് കറങ്ങുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ ചതിക്കും, എന്തും സംഭവിക്കാം. നമ്മൾ പലതും നല്ലത് വിചാരിച്ച് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഓടുന്നു കാശിന് വേണ്ടി. കാശ് ഇവിടുന്ന് ഉണ്ടാക്കുന്നു, പക്ഷേ ഉടനെ പുതിയ ചിലവുകൾ വരുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? കർമ്മദോഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം കോരുന്ന സമയത്ത് ആ പാത്രത്തിൽ ഓട്ട പാടില്ലല്ലോ അല്ലേ. ആ പാത്രത്തിൽ ഓട്ടയുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളം കോരിയിട്ട് എന്താ പ്രയോജനം? അതേപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. നമ്മളിങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. വെള്ളം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ എല്ലാം വെള്ളം തീരുകയാണ്. അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാണുന്നില്ല. അന്നേരം ആ ഓട്ടയാണ് ആദ്യം അടയ്ക്കേണ്ടത്. അന്നേരം അതേപോലെ ആ ഓട്ട എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കർമ്മ ദുരിതങ്ങളാണ്. അത് തീർക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കണം. അതായത് ഇപ്പോൾ ഒരുപാട് കടബാധ്യത ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എത്ര കാശ് വന്നാലും അതെല്ലാം കടം തീരാൻ തന്നെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ട് കടം എങ്ങനെയെങ്കിലും തീർക്കേണ്ടി വരും. അന്നേരം ആ കടമാണ് ആദ്യം തീർക്കേണ്ടത്. കടം തീർക്കുന്നത് എങ്ങനെയാണ്? കടം എന്ന് പറഞ്ഞാൽ കർമ്മപ്രാരാബ്ധം, ഭഗവാന്റെ തിരുനാമം ജപത്തിലൂടെ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് നാമജപത്തെ നിസ്സാരമായിട്ട് കാണരുത്. നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ തിരുനാമജപമാണ്. കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വെറുതെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.